ഇത് കണ്ടോ, ഇത് കണ്ടോ, ഇത് നിൽക്കുന്ന മേലേക്ക് തൈലം. ഇതാണ് തൈലം. ഇപ്പൊ ഈ പാത്രത്തിലിരിക്കുന്ന ആ തൈലം മേലെ കാണുന്ന തൈലം. ഇതാ ഇത് തൈലം. എന്റെ കയ്യില് നല്ല ഗ്യാസ് ഉണ്ടല്ലോ. ഡ്യൂപ്ലിക്കേറ്റ് ഒറിജിനൽ. ഒരു മായമില്ലല്ലോ, മന്ത്രമൊന്നുമില്ല. വ്യൂ പോയിന്റിലോട്ടാണോ അറിയില്ല. അതിന് മുകളിലേക്ക് ആയിരിക്കും. ഇന്നിപ്പോൾ ഞാനുള്ളത് താളൂർ എന്ന് പറഞ്ഞ സ്ഥലത്താണ്. അതായത് വയനാട് ജില്ലയിലെ താളൂർ. വയനാട് ജില്ലയിൽ മാത്രമല്ല, നീലഗിരി ജില്ലയിലും കൂടെ കിടക്കുന്ന ഒരു സ്ഥലമാണ് ഈ താളൂർ എന്ന് പറയുന്നത്. അത് സ്റ്റേറ്റ് ബോർഡറാണ്. പ്രധാനപ്പെട്ട സ്റ്റേറ്റ് ഹൈവേ റോഡ് കടന്നു പോകുന്ന ഒരു പ്രധാനപ്പെട്ട ബോർഡറുള്ള ഒരു സ്ഥലമാണ് ഈ ഒരു താളൂർ. അപ്പോൾ എന്നാൽ നമ്മൾ താളൂരിൻ്റെ ചില കാഴ്ചകളാണ് കാണാൻ പോകുന്നത്. താളൂർ അത്ര വലിയൊരു പ്രദേശമൊന്നുമല്ല, കുറച്ച് ജനസംഖ്യ, കുറച്ച് കടകളൊക്കെ ഉള്ള ചെറിയൊരു പ്രദേശമാണ്. ചെറിയ ഗ്രാമങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് അങ്ങോട്ടേക്ക് പോകണം. അതിന് മുമ്പ് ഇപ്പം ഞാൻ നിൽക്കുന്ന ഈ ഒരു ഭാഗം കേരളത്തിൻ്റെ അതിർത്തിയിൽ പെടുന്ന ഒരു സ്ഥലമാണ്. കേരളത്തിൻ്റെ താളൂരാണ് ഞാൻ നിൽക്കുന്നത്. ഇവിടെ കുറച്ച് കടകൾ മാത്രമേ ഉള്ളൂ. ഇവിടെ ഇൻഡസ്ട്രിയൽ കടയുണ്ട്, പിന്നെ ഒരു ചക്കിലാട്ടിയ വെളിച്ചെണ്ണൻ്റെ കടയുണ്ട്, പിന്നെ ഒരു ബേക്കറി ഷോപ്പും മറ്റൊക്കെ ആയിട്ട് 2-3 കടകൾ മാത്രമേ ഉള്ളൂ താളൂരിൻ്റെ ഭാഗമായിട്ട്, കേരളത്തിൻ്റെ ഭാഗമായിട്ടുള്ളത്. പിന്നെ ഇവിടെ ക്യാമറ ഒക്കെ സ്ഥാപിച്ചിട്ടുണ്ട്, AI ക്യാമറയൊക്കെ ഉണ്ട്. വേറെ ചെക്ക് പോസ്റ്റ് ഒന്നുമില്ല. അപ്പുറത്തേക്ക് കിടക്കുന്നു കഴിഞ്ഞാൽ നമുക്ക് തമിഴ്നാട് ചെക്ക് പോസ്റ്റ് ഉണ്ട്. ഇനി റോഡുണ്ടല്ലോ, ഇത് ഈ ഇടയ്ക്ക് വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നത്, പൂർത്തിയായിട്ടില്ല നടന്നുകൊണ്ട് സുൽത്താൻ ബത്തേരി വരെ ഉണ്ട്. 10-13 കിലോമീറ്റർ ദൂരം ഉണ്ടാവും. സുൽത്താൻ ബത്തേരി വരെ ഇവിടെ നിന്ന് തൊട്ടടുത്ത് ഉള്ളൊരു സ്ഥലമാണ് ചുള്ളിയോട് എന്ന് പറയും, ഇവിടുത്തെ പ്രധാനപ്പെട്ട ടൗൺ. അതുവരെ ഈ റോഡിൻ്റെ വർക്ക് നടന്നുകൊണ്ടിരുന്നു. ഞാൻ അതിന് മുമ്പ് ഒരു വർഷം വന്നപ്പോൾ അന്ന് കല്ല് വായിച്ചിട്ടിരിക്കുകയായിരുന്നു. പക്ഷേ ഇപ്പോൾ നല്ല വീതിയിൽ തന്നെ എടുത്തിട്ടുണ്ട്. പൂർത്തിയായിട്ടില്ല എന്നാണ് അറിയാൻ കഴിഞ്ഞത്. കുറച്ച് ദൂരം വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് അത്ര. ഇപ്പം ഈ ഒരു ഭാഗം മാത്രമാണ് കേരളത്തിൻ്റെ ഭാഗം. അവിടെ ഒരു പാലമുണ്ട്. പാലം കടന്നു കഴിഞ്ഞാൽ കുറച്ച് സ്ഥലം കൂടെ കേരളത്തിൻ്റെ ഭാഗത്തേക്കായിട്ട് വരും. അതായത് ഇവിടുന്ന് ധാരാളമായിട്ട് ബസ് സർവീസ് ഉള്ളത് സുൽത്താൻ ബത്തേരിയിലേക്കാണ്. അപ്പോൾ അവിടെ നിന്ന് വരുന്ന പ്രൈവറ്റ് ബസ്, KSRTC ബസ്സുകളൊക്കെ അവിടെ വന്ന് നിൽക്കാൻ ചെറിയൊരു ബസ് സ്റ്റാൻഡും ഈ ഒരു താളൂരുണ്ട്. അപ്പോൾ ഈ പാലം കടന്നു കഴിഞ്ഞാലാണ് ഉള്ളത്. അപ്പോൾ ഇവിടെ 2-3 കടകളും ഇതൊക്കെ ഉണ്ട്. ഇവിടെ ആൾക്കാർ ബസ്സൊക്കെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നതാണ്. പാലത്തിൻ്റെ അപ്പുറത്ത് കളർ കൊടികളൊക്കെ ഉണ്ട്. എല്ലാ കളറിലുള്ള കൊടികളും ഉണ്ട്. പാലം കടന്നു കഴിഞ്ഞാൽ അപ്പുറത്താണ് ബസ് സ്റ്റാൻഡ്. ഇവിടെ ചെറിയൊരു ഒരു പള്ളിയുണ്ട്. ഇത് നിസ്കാര പള്ളി, ബദ്രിയ മസ്ജിദ്. ഞാനിപ്പോൾ ആ പള്ളിയിൽ കയറുന്നു. പുറത്തുനിന്ന് കാണുന്ന പോലെ നല്ല, അകത്ത് നല്ല സൗകര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. നല്ല കാർപ്പറ്റ് ഉണ്ട്, എല്ലാ കാര്യങ്ങളുണ്ട്. നല്ല വൃത്തിയുള്ള മൂത്രപ്പരയും മറ്റൊക്കെ ഉള്ള ഒരു സൗകര്യമൊക്കെ ഉള്ളൊരു ചെറിയൊരു നിസ്കാരപ്പള്ളിയാണിത്. ബദ്രിയ എന്നാണ് അതിൻ്റെ പള്ളിയുടെ പേര്. അപ്പുറത്തൊരു പുഴ ഒഴുകുന്നുണ്ട്, ചെറിയൊരു തോട്. ഈ ഒരു പാലം, ഇത് താളൂർ പാലം എന്നാണ് പറയാം. ഇവിടുന്ന് അങ്ങോട്ട് ഇപ്പോൾ ബസ്സൊന്നും ഉണ്ടല്ലോ. ഇപ്പോൾ ബസ്സല്ല, അത് ബത്തേരിയിൽ നിന്ന് വരുന്നതാണ്. ബത്തേരി ഒന്ന് ഇവിടെ ബസ്സിന് തിരിക്കാനുള്ള ചെറിയൊരു സൗകര്യമൊക്കെ ഉണ്ട്. അപ്പോൾ ഈ ഭാഗമൊക്കെ കേരളത്തിൻ്റെ പരിധിയിൽ പെടുന്നതാണ്. പാലം കടന്ന ഉടനെ വലതുഭാഗത്ത് കാണുന്ന ബസ് സ്റ്റാൻഡാണ്. പക്ഷേ വലതുഭാഗത്ത് ബസ് സ്റ്റാൻഡിന് നേരെ ഓപ്പോസിറ്റ് ഭാഗത്തേക്ക് ഇതൊക്കെ തമിഴ്നാടാണ്, തമിഴ്നാട്ടിൽ പെടുന്നതാണ്. ഇപ്പോൾ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഇവിടെ മുമ്പ് ആ വശത്ത് കാണുന്ന ഒരു ബിൽഡിങ് കേരളത്തിൻ്റെ പരിധിപ്പെടുന്നതാണ്. അതിൻ്റെ അപ്പുറത്തേക്ക് മൊത്തം തമിഴ്നാടാണ്. ആ ബിൽഡിങ് കേരളത്തിൻ്റെ ഇതിലേക്ക് പെടും. പിന്നെ ഇവിടെ നിന്ന് അങ്ങോട്ട് തമിഴ്നാടാണ്. ഇവിടെ ചെക്ക് പോസ്റ്റ് ഉണ്ട്. ചെക്ക് പോസ്റ്റ് കടന്നു കഴിഞ്ഞാൽ പിന്നെ തമിഴ്നാടാണ്. നമ്മൾ ചെക്ക് പോസ്റ്റ് കടന്ന് തമിഴ്നാടിൻ്റെ പരിധിയിലാണുള്ളത്. ഈ ഭാഗത്തേക്ക് കുറച്ച് കടകളും മറ്റൊക്കെ ഉണ്ട്. കുറച്ച് ആക്റ്റീവാണ് ഈ ഭാഗം. കേരളത്തിൻ്റെ KSRTC ബസ് വന്നു കഴിഞ്ഞാൽ സുൽത്താൻ ബത്തേരിക്ക് പോകുന്ന ബസ് ചെക്ക് പോസ്റ്റ് കടന്ന് ഇപ്പുറത്ത് വന്ന് നിർത്തി ഇവിടുന്ന് നാളേക്ക് അപ്പുറത്തേക്ക് പോകുന്നത്. പ്രൈവറ്റ് ബസ് മാത്രം ചെക്ക് പോസ്റ്റിൻ്റെ അപ്പുറത്ത് തന്നെയാണ് സ്റ്റാൻഡ് ഉള്ളത്. പിന്നെ ഇവിടെ കുറച്ച് ആക്റ്റീവ് എന്ന് പറയാൻ കാരണം ഇവിടെ നീലഗിരി കോളേജ് ഓഫ് ആർട്സ് ആൻഡ് സയൻസ് ഒക്കെ ഇവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെ എപ്പോഴും കുറച്ച് ആക്റ്റീവായിരിക്കും, ആളൊക്കെ ഉണ്ടാവും. ഇവിടുന്ന് ഉള്ളിലേക്ക് റോഡ് പോകുന്നതാണ്. ആ റോഡിലൂടെ പോയി കഴിഞ്ഞാലാണ് നീലഗിരി കോളേജിലേക്ക് എത്തുന്നത്. അപ്പോൾ ഇത്രയും ഈ ഒരു സറൗണ്ടിങ്സ് മാത്രമാണ് നമുക്ക് താളൂർ എന്ന് പറഞ്ഞാൽ ഈ ഒരു ചെക്ക് പോസ്റ്റിൻ്റെ ഭാഗമായിട്ടുള്ള കടകളൊക്കെ. അപ്പുറത്തേക്ക് പാലം കടന്നു കഴിഞ്ഞാൽ കുറച്ച് ഭാഗം കേരളം. ഇനി നമുക്ക് ഇതിൻ്റെ പരിസരത്തുള്ള ചെറിയ കൊച്ചു ഗ്രാമങ്ങളും മറ്റെന്തൊക്കെ ഉള്ളതെന്നൊക്കെ ഒന്ന് പോയി നോക്കാം. ഇവിടുത്തെ മറ്റൊരു പ്രത്യേകത, ഇവിടെ ഒരു ബസ് സ്റ്റോപ്പ് ഉണ്ട്, ബസ് വെയിറ്റിംഗ് ഷെഡ് എല്ലാ ആൾക്കാരും. പക്ഷേ ഇവിടെ ഏറ്റവും നല്ല ഒരു തണൽ നൽകുന്ന ഒരു മരമുണ്ട്. അതായത് ഒരു അത്തിമരമാണ്. അത്തിയാണെന്ന് എനിക്കല്ല, അത്തിമരമാണ് എനിക്ക് തോന്നുന്നത്.
അത്തിമരൻ്റെ അടിയിലൊരു ഇരിപ്പിടമൊക്കെ ഉണ്ട്. ഇവിടെ ബസ് കാത്തിരിക്കുന്നതാണ്. നല്ലൊരു വൈബാണ്. നല്ല വെയിൽ സമയത്ത് നല്ല തണുപ്പ് അനുഭവപ്പെടുന്നൊരു ഒരു വൈബാണ് ഇവിടെ. ഇവിടെ ബസ് വരുന്നുണ്ടെങ്കിലും കൂടുതലായിട്ടും ഇവിടെ അടുത്തുള്ള ഗ്രാമപ്രദേശങ്ങളിലൊക്കെ ഒരുപാട് ജീപ്പ് സർവീസാണുള്ളത്. ലോക്കൽ ഷട്ടിലടിക്കുന്ന വണ്ടികളാണ് ആൾക്കാർ ഇരിക്കുന്നത്. ജീപ്പൊക്കെ ഇപ്പോൾ ഓരോ ഗ്രാമത്തിലേക്ക് പോയിട്ട് വരുന്നതാണ്. ടാക്സി കൊടുക്കുന്നതാണ് തമിഴ്നാടിൻ്റെ ഭാഗമായിട്ട്. താളൂരിലെ പിന്നെ എടുത്തു പറയാനുള്ളത് ഇവിടുത്തെ ചർച്ചാണ്. ഇതൊരു സെൻറ്റ് മേരീസ് ഓർത്തഡോക്സ് ചർച്ചാണ്. താളൂർ ടൗണിൻ്റെ പരിസരത്ത് തന്നെയാണ് അതുള്ളത്. പക്ഷേ ഇതിൻ്റെ തൊട്ട് മുമ്പിലായിട്ട് ഒരു ചർച്ച് കൂടെ ഉണ്ട്. അതൊരു യാക്കോബ സഭേൻ്റെ ഒരു ചർച്ചും കൂടെ അതിൻ്റെ തൊട്ട് മുമ്പിലുണ്ട്. 2 ചർച്ചുകളാണ് അവിടെ ഉള്ളത്. പിന്നെ ക്ഷേത്രങ്ങളും മറ്റൊക്കെ ഉള്ളത് കേരളത്തിൻ്റെ പേരിലാണ്. പക്ഷേ ഈ ചർച്ചുകൾ സ്ഥിതി ചെയ്യുന്നത് തമിഴ്നാടിൻ്റെ ഭാഗത്താണ്. സെൻറ്റ് മേരീസ് ഓർത്തഡോക്സ് ചർച്ചിൻ്റെ നേരെ മുമ്പിൽ കുറച്ച് അപ്പുറത്തായിട്ട് നമുക്ക് കാണാം. അവിടെയാണ് മറ്റേ യാക്കോബായ സഭേൻ്റെ ചർച്ചുള്ളത്. 2 ഡിഫറെൻറ്റ് സഭ അങ്ങനെ എന്തോ ആണ്. അതാണ് ഇത്ര അടുത്തടുത്ത് 2 ചർച്ച് വന്നിട്ടുള്ളത്. ഇത് രണ്ടുമാണ് താളൂരിലുള്ള പ്രധാനപ്പെട്ട ആരാധനാലയങ്ങൾ. പിന്നെ ഹിന്ദു മുസ്ലിം ആരാധനാലയങ്ങളൊക്കെ ഉള്ളത് കേരളത്തിൻ്റെ പരിധിയിലാണ്. പിന്നെ ഇവിടെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ എരുമാട് ടൗണാണുള്ളത്. ടൗണിലാകുമ്പോൾ പിന്നെ എല്ലാം ഉണ്ട്. അവിടെ കേരളത്തിൻ്റെ പരിധിയിലേക്ക് കടന്നിട്ട് ചുള്ളിയോട് പോകുന്ന റോഡിലേക്ക് പ്രവേശിക്കുമ്പോൾ വലതുഭാഗത്തായിട്ട് ഒരു ക്ഷേത്രമുണ്ട്. അതായത് ശ്രീ ഭദ്രകാളി സുബ്രഹ്മണ്യ ക്ഷേത്രം. ഇതാണ് ഇവിടുത്തെ ക്ഷേത്രം. ഇത് കേരളത്തിൻ്റെ പരിധിയിലാണുള്ളത്. തമിഴ്നാടിൻ്റെ ഭാഗത്തുള്ളതൊക്കെ അങ്ങോട്ട് എരുമാട്ടിലേക്ക് പോയാലേ ഉള്ളൂ. ഇവിടെ ഉള്ള മുസ്ലിം പള്ളിയും ഹിന്ദു ക്ഷേത്രമൊക്കെ ഉള്ളത് ഈ കേരളത്തിൻ്റെ പരിധിയിലാണുള്ളത്. 2 ചർച്ചുകളുള്ളത് തമിഴ്നാടിൻ്റെ പരിധിയിലാണ്. ഇപ്പോൾ ഞാൻ താളൂർ ടൗണിൽ നിന്ന് കുറച്ച് ദൂരം ഉള്ളിലേക്ക് വന്നു കഴിഞ്ഞാൽ പാമ്പള എന്ന് പറഞ്ഞ ചെറിയൊരു വില്ലേജിൻ്റെ ഉള്ളിലേക്ക് വന്നിട്ടുള്ള ചെറിയൊരു ഗ്രാമപ്രദേശമാണ്. ഇത് കേരളത്തിൻ്റെ പരിധിപ്പെടുന്ന സ്ഥലം തന്നെയാണ്. ഇപ്പോൾ ഇവിടുത്തെ ഒരു പ്രധാന തൊഴിൽ എന്ന് പറയുന്നത് ഇവിടെ ഒരു ചേട്ടന് നമ്മുടെ യൂക്കാലി ഇലയൊക്കെ വെട്ടിയിട്ട് യൂക്കാലി ഓയിൽ ഉണ്ടാക്കണമല്ലോ, അതിൻ്റെ ചെറിയൊരു ഷെഡുണ്ട് ഇവിടെ. അപ്പോൾ നമ്മൾ അതൊന്ന് കാണാൻ വേണ്ടി വന്നതാണ്. ഇവിടെ കുറച്ച് സ്ഥലങ്ങളിൽ ഇതുപോലത്തെ ഉണ്ടാക്കുന്ന സ്ഥലമുണ്ട്. ചേട്ടനാണ് ആൾ. വരുന്നു ചേട്ടൻ ഫുൾ ആവേശത്തിലാണ് നമ്മൾ വന്നപ്പോൾ. ഒരു മിനിറ്റ്. അപ്പോൾ ഇതാണ് സിജി ചേട്ടൻ. സിജി നല്ല പേര്. സിജി ചേട്ടൻ്റെ ഫാക്ടറി. വീട് അടുത്ത് തന്നെ. വീട് നോക്കണ്ട, ഫാക്ടറി നോക്കിയാൽ മതി അല്ലേ? ഓക്കെ. അപ്പോൾ എന്തൊക്കെയാണ് പരിപാടി ജസ്റ്റ് ഒന്ന് ചുരുക്കി പറയുകയാണെങ്കിൽ നമുക്കൊന്ന് മനസ്സിലായിരുന്നു. ഇത് നമ്മുടെ ഓയിൽ ഉണ്ടാക്കാൻ അടുപ്പ്. ഓക്കെ. എങ്ങനെയൊക്കെയാ പരിപാടി? അടുപ്പ് കത്തിക്കല്. അടുപ്പ് കത്തിക്കുക, വിറക് കത്തിച്ച് പച്ച കത്തിക്കോളും. പച്ച ലൈവായിട്ട് കത്തിക്കോളും. പച്ച ഇതാണ് യൂക്കാലി കൊഴിച്ചിട്ട് കൊഴിക്കുന്നുണ്ടോ? ആ കൊഴിച്ചിട്ട് ഇങ്ങോട്ട് വിറക് പച്ച കത്തിക്കോളും. പച്ചക്കത്ത് കത്തിക്കാണ്. കണ്ടോ? അത്ര കണ്ടോ? എന്നിട്ട് പിന്നെ എന്താവും? എന്നിട്ട് അത് അടുപ്പിൽ പറയാം. അതിൽ വാല കയറ്റി ഇതിലെ കടിയും വെച്ച കടിക്കുകയാണ്. ഈ ചെമ്പ് കൂട്ടിയിട്ട് ചെമ്പ് കണ്ടോ? ഇത് ചെമ്പ് അടുപ്പ് വയ്ക്കും. അടുപ്പ് വെച്ചിട്ട് കടിയിലുണ്ട്. ഇത് കണ്ടോ? സാധനം ഉണ്ടോ? ഇത് വെച്ച് ആവി പുറത്തു പോകരുത്. ആവി ഒട്ടും പുറത്തു പോകാൻ പാടില്ല. ആവി പുറത്തു പോകാൻ പാടില്ല. ആവി ഫുള്ള് ഇത് കിട്ടണം. ആ ആവി ഇതിൽ നമ്മൾ വിടുകയാണ്. ആവി വിട്ടിട്ട് കൂളിംഗ് ആക്കാണ്. കൂളിംഗ് ഈ വെള്ളം ഫുൾ വന്നോണ്ടിരിക്കും. വെള്ളം വരാണ്ടോ? വന്നോണ്ടിരിക്കും. വെള്ളം കണ്ടോണ്ടിരിക്കുക. ഈ കൂളിംഗ് ആക്കിയിട്ട് വെള്ളം ഇങ്ങനെ കൂളിംഗ് ആവും. പിന്നെ ആ കൂളിംഗ് വെള്ളം വന്ന് വെള്ളം അവിടെ കൂളിംഗ് ആവുകയും ചെയ്യും. തൈലിവിടെ വരും. ഇതാക്കാൻ ചെയ്യാം. തൈലം എവിടെയാണ് വരുന്നത്? തൈലവും വെള്ളം കൂടെയാണ് വരുന്നത്. തൈലം മേലേക്ക് വെള്ളം അടി കൂടെ പോവുകയും ചെയ്യും. ഇത് കണ്ടോ? ഇത് നിൽക്കുന്ന മേലേക്ക് തൈലം. ഇതാണ് തൈലം. ഈ പാത്രത്തിലിരിക്കുന്ന തൈലം മേലേക്കാണ് തൈലം. ഇത് തൈലം. എന്റെ കയ്യിലേക്ക് നല്ല ഗ്യാസ് ഉണ്ടല്ലോ. ഒറിജിനൽ ഒരു മായമില്ലല്ലോ, മന്ത്രമൊന്നുമില്ല. ഒറിജിനൽ. അത് ഡെഫൈനറ്റ്ലി കറക്റ്റ്. ഉള്ളി ഇട്ടാൽ കണ്ടില്ലേ? ഉണ്ടോ? ഡെഫൈനറ്റ്ലി കറക്റ്റ്. അടിപൊളി മണമുണ്ട്. ഓ എന്താ ഗ്യാസ്. നമ്മളെ കുപ്പിയിലൊക്കെ മേടിക്കുമ്പോ അതൊന്നും ക്ലിയർ അല്ല. അതിനൊക്കെ മായമുണ്ട്. ഇതിലൊരു മായമില്ല. കണ്ടോ? ഇത് നിങ്ങൾ എന്നിട്ട് ഇത് എങ്ങനെ മാർക്കറ്റിംഗ് പ്രൊഡക്റ്റ് ചെയ്യും. എങ്ങനെ പാക്ക് ചെയ്യുമോ? പാക്കല്ല, വിപണി കൊടുക്കും. വിപണിയിൽ ലിറ്റർ കണക്കിന് ഹോൾസെയിലായി കൊടുക്കും. അല്ലാതെ പാക്ക് ചെയ്ത് ചെറിയ ഞാൻ കിലോ 100 കിലോ 200 കിലോ കൊടുത്തോളെ. കിലോ പെർ കിലോ. കിലോ
ഇത്രയുള്ള കിലോ കണക്കിന് കൊടുത്തോണ്ടിരിക്കുന്നത്. ഇതിനുള്ള റോ മെറ്റീരിയൽസ് ഒക്കെ ഇത് കിട്ടും ഇവിടെ യൂക്കാലിന്റെ മരങ്ങളൊക്കെ ഒത്തിരി ഉണ്ടോ? ഇത് മുഴുവനാണോ? അതിന്റെ തോലിങ്ങനെ ഇറക്കുന്നതായിരിക്കും. ചപ്പ് മുകളിൽ ഫുൾ അതാണ്. ചെറുക്കാർക്ക് എല്ലായിടത്തും ഉണ്ട്. പരിപാടി എല്ലാ ദിവസവും അത്യാവശ്യ ദിവസങ്ങളിലൊക്കെ ഉണ്ട്. ഇപ്പൊ സീസണാണ്. ഇനി ഒരു 15-20 ദിവസത്തെ സീസണാണ് ഇവിടെ. ഓക്കെ, ഇവരൊക്കെ നിങ്ങളെ ജോലിക്കാരാണ്? സ്റ്റാഫാണ് ഇവിടെ ഉള്ള സ്റ്റാഫ്. ഇവർക്ക് എന്നും ഇവിടെ ജോലിയുണ്ട്. ഇവർക്ക് ജോലിയുണ്ട്. സ്റ്റാഫാണ് ഇവിടെ. നമ്മുടെ സ്റ്റാഫാണ് ഇവരൊക്കെ. ഇവിടുത്തെ സ്റ്റാഫ്. സംഭവം നമ്മൾ നീലഗിരി ഓയിൽ, നീലഗിരി, ഊട്ടി, കോത്തഗിരി ഭാഗങ്ങളിലൊക്കെ ഒരുപാട് കണ്ടിട്ടുണ്ടെങ്കിലും അവിടുത്തേനും കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടാണ് ഇവിടുത്തെ ഒരു പ്രിപ്പറേഷൻ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മരത്തിൻ്റെ ഇത് കമ്പുകൾ വെട്ടിക്കൊടുന്നതിന് ശേഷം അത് ഇല കളഞ്ഞിട്ട് തണ്ടുകൾ മാത്രം വെച്ചിട്ടാണ് കത്തിക്കുന്നത്. അതിനാണ് ഓയിൽ എക്സ്ട്രാക്ട് ചെയ്തിട്ട് എടുക്കുന്നത്. ഷൂട്ടിലൊക്കെ പോയി കഴിഞ്ഞാൽ ഇതിൻ്റെ ഇല എക്സ്ട്രാക്ട് ചെയ്തിട്ടുള്ള തൈയാണ് എടുക്കുന്നത്. ഇത് കുറച്ച് ഡിഫറെൻ്റ് ആണ്. ഇതാണ് കുപ്പിയിലാക്കിയിട്ടുള്ളത് അല്ലേ? ഇതാണ് അടിയിൽ വെള്ളം നേരത്തെ കണ്ടോ? ഇതാണ് ഡിഫറെൻറ്റ്. തൈല് മേലേക്ക് നിൽക്കും, വെള്ളം അടിയിൽ വെള്ളം അങ്ങനെ വേറിട്ട് നിൽക്കും അല്ലേ? അപ്പോൾ നിങ്ങൾ തനിച്ചെടുക്കുക. പിന്നെ തനിച്ചവിടെ എടുക്കല്. മനസ്സിലായോ? മനസ്സിലായി. പാമ്പള എന്ന് പറയുന്നത് കാർഷിക മേഖലയാണ്. ഇവിടെ എല്ലാ കൃഷിയുണ്ട്. തെങ്ങ്, വാഴ, കവുങ്ങ് കൃഷി. ഇവിടുത്തെ ചെറിയൊരു കുമ്മിട്ടിക്കടയാണ്. ഇപ്പോൾ പ്രവർത്തിക്കുന്നില്ല. കുറേ മുമ്പുണ്ടായിരുന്നതാണെന്ന് തോന്നുന്നു. ഇപ്പോൾ ഉപേക്ഷിക്കപ്പെട്ട നിലയാണ്. അവിടെ നിന്ന് പാമ്പള നിന്ന് കുറച്ച് ഇപ്പുറത്തേക്ക് കരടിപ്പാറ എന്ന മറ്റൊരു വില്ലേജിലേക്ക് കിടക്കുന്നതിൻ്റെ ഭാഗം റോഡിൻ്റെ ഭാഗത്തോടെ ഞാൻ വരുമ്പോൾ ഇവിടെ ഒരു ക്ഷേത്രം ആണെന്ന് തോന്നുന്നു. ഒറ്റ നോട്ടത്തിൽ അങ്ങനെയാണ് തോന്നുന്നത്. ഒരു ക്ഷേത്രം, രണ്ട് ഇത് കാണാം, കെട്ടിടം കാണാം. പക്ഷെ ഇവിടെ ഒരു ആൾക്കാരൊന്നുമില്ല, ആരും ചോദിക്കാനൊന്നും. കുറച്ച് നേരം ഇവിടെ നിന്നു. പിന്നെ മാത്രമല്ല ഇവിടെ അപ്പുറത്ത് താഴെ ഒരു വീടിൻ്റെ അപ്പുറത്ത് വലിയൊരു പാറ കാണുന്നുണ്ട്. അതിൻ്റെ ആളൊന്നും കാണാനില്ല അവിടെ ആരാണ്. പക്ഷെ അങ്ങോട്ട് പോകണമെങ്കിൽ ഇവിടെ ഒരു വീടുണ്ട്. ആ വീടിൻ്റെ അടുത്തൂടെ പോകണം. ആരും കാണുന്നില്ലല്ലോ. ഇത് കാണുന്ന വിവരങ്ങൾ അന്വേഷിക്കാൻ. നവോദയ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ് കരടിപ്പാറ ഉള്ള ഒരു സ്പോർട്സ് ക്ലബിൻ്റെതാണ്. ഇത് പോസ്റ്റ് ഓഫീസ് കെട്ടിടമാണത്. പോസ്റ്റ് ഓഫീസ് ഉണ്ട്. ഇതിൻ്റെ അപ്പുറത്ത് ചെറിയൊരു ഗ്രൗണ്ടുണ്ട്. ഗ്രൗണ്ടിൻ്റെ അപ്പുറത്ത് ചെറിയൊരു പാറമട എന്തുണ്ട്, അതൊന്ന് പോയി കാണാം. ചെറിയ ഗോൾ പോസ്റ്റൊക്കെ ഉള്ളൊരു ഗ്രൗണ്ട്. ഇത് അംഗൻവാടിയാണ്. അതിനൊരു ഗ്രൗണ്ട്. ഇവിടെ ഒരു കുളമുണ്ട്, അതായത് പാറമട. ഇപ്പം നമ്മൾ കരടിപ്പാറ ചെറിയൊരു അങ്ങാടിയുണ്ട്. അവിടെ എത്തിയിട്ടുള്ളത് ഒരു കയറ്റത്താണ് ഈ ഒരു സ്ഥലമുള്ളത്. ഒരു കുന്നിൻ്റെ മുകളിൽ ഇവിടെ കുറച്ച് കടകളൊക്കെ ഉണ്ട്. അടഞ്ഞിടക്കാണ്. ഒരു ബസ് വെയിറ്റിംഗ് ഷെഡ് ഉണ്ട്. അതായത് സഖാവായിരിക്കും തോന്നുന്നു. കുന്നുംപുറത്ത് മുഹമ്മദ് സ്മാരക വെയിറ്റിംഗ് ഷെഡ്. ഒരു വെയിറ്റിംഗ് ഷെഡൊക്കെ ഉള്ള ചെറിയൊരു സ്ഥലം. കരടിപ്പാറ എന്ന് പറഞ്ഞാൽ ചെറിയൊരു ഗ്രാമപ്രദേശമാണിത്. ഇവിടെ കാണുന്ന കുറച്ച് കടകൾ മാത്രമല്ലാണ്ട് കുറച്ച് താഴെ പോയി കഴിഞ്ഞാൽ കുറച്ചും കൂടെ കടകളൊക്കെ ഉള്ളൊരു സ്ഥലമാണെന്ന് പറഞ്ഞു.
പക്ഷേ മെയിൻ റൂട്ടാണ് കുറേ ആൾക്കാർ താമസിക്കുന്നത്. പക്ഷേ ഇവിടെ ഇപ്പോൾ ഇതിലൂടെ ബസ്സില്ല എന്നാണ് പറഞ്ഞത്. ഞാൻ ചോദിച്ചപ്പോൾ ബസ് ഇതിലൂടെ ഇപ്പോൾ സർവീസ് ഇല്ല എന്നാണ് പറഞ്ഞത്. ബസ് മുമ്പുണ്ടായിരുന്നോ എന്തോന്നോ പറഞ്ഞു. പിന്നെ റോഡ് തകർന്നതാണെന്നോ റോഡ് പണിയാണെന്നോ അങ്ങനെ എന്തൊക്കെ പ്രശ്നങ്ങളുണ്ട്. ഇപ്പോൾ പ്രസൻ്റ് ഇപ്പോൾ ബസ്സില്ല. ഓട്ടോറിക്ഷകൾ വരും, അതിൽ കയറിയാണ് ഇപ്പോൾ ആൾക്കാർ ഇവിടുന്ന് ചുള്ളിയോട് അതുപോലെ തന്നെ വടുവഞ്ചാൽ എന്ന് പറഞ്ഞ സ്ഥലങ്ങളിലേക്കൊക്കെ പോകുന്നത്. അപ്പോൾ ഒരു ചെറിയൊരു സ്ഥലമാണ് ഈ കരടിപ്പാറ എന്ന് പറഞ്ഞത്. കുറച്ച് കുന്നും ഒക്കെ ആയിട്ടുള്ള സ്ഥലങ്ങളാണ്. ഇവിടെ അധിക സ്ഥലങ്ങളിലും കാട്ടിനുള്ളിൽ പോയി കഴിഞ്ഞാൽ പാറക്കെട്ടുകൾ കാണാൻ പറ്റും. പാറക്കെട്ടുകൾ ഇപ്പോൾ അവിടെ ആ കാണുന്ന മല ആ കുന്ന് ഒരു മൊത്തം പാറയാണ്. അതിൻ്റെ മുകളിലാണ് ആ മരങ്ങളൊക്കെ ഉള്ളത്. അങ്ങനെ കൂടുതലായിട്ട് പാറകളൊക്കെ ഉള്ള സ്ഥലമാണ്. പിന്നെ മാത്രമല്ല നമ്മളിപ്പോൾ ഇവിടെ നിന്ന് താഴെ അപ്പുറത്ത് ഒരു അങ്കണവാടിൻ്റെ പരിസരത്തൊരു പാറമട കണ്ടു. അങ്ങനെ കൂടുതൽ പാറകളൊക്കെ ഉള്ളൊരു സ്ഥലമാണ്. അങ്ങനെ എന്തോ ഒരു പേര് വന്നതായിരിക്കാം കരടിപ്പാറ എന്ന്. കഴിഞ്ഞ് പ്രത്യേകതരം പാറകൾ എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളത് അന്വേഷിക്കണം ഈ പേര് വരാൻ കാരണമായിട്ടുള്ള. ഇത് വയനാട് മിൽക്ക് എന്ന് പറഞ്ഞൊരു മിൽക്ക് സൊസൈറ്റി ഉണ്ട്. അതിൻ്റെ ഒരു സപ്ലൈ ആണ്, കളക്ഷനുമാണ്. രണ്ട് ബൈക്കിൽ വന്നിട്ട് ചെയ്യുന്നത്. ഉൾപ്രദേശങ്ങളായതുകൊണ്ട് ഒരു ബൈക്കിൽ വന്നിട്ടാണ് അവർ എല്ലാം കളക്ട് ചെയ്തിട്ട് പോകുന്നത്. അതുപോലെ തന്നെ പാൽ നമുക്ക് ആവശ്യമുള്ളവർക്ക് പാൽ കൊടുക്കുകയും ചെയ്യും. ഇപ്പോൾ കടയിലൊക്കെ ഒരു പാൽ ഒഴിക്കുന്നുണ്ട്. കരടിപ്പാറ എന്ന് പറയുന്ന സ്ഥലത്തെ മറ്റൊരു ജംഗ്ഷനാണിത്. ഇവിടെ ഒരു ജുമാഅത്ത് പള്ളിയൊക്കെ ഉണ്ട്. ചെറിയൊരു ജംഗ്ഷനാണ്. പക്ഷെ ഇവിടെ ബസ്സില്ല എന്ന് പറയുന്നത് ഭയങ്കര അതിശയമാണ്. ഞാൻ വന്നിട്ട് ഇത്ര നേരമായിട്ട് നോക്കിയത് ഇതൊരു ബസ് വന്നത് കണ്ടിട്ടില്ല. ഇവിടെ കുറച്ച് കടകളൊക്കെ ഉള്ള ഒരു സ്ഥലമാണ്. ഇതും കരടിപ്പാറ എന്ന് പറഞ്ഞ സ്ഥലത്തെ മറ്റൊരു ജംഗ്ഷനാണ്. ചെറിയൊരു അങ്ങാടി, ഒരു പള്ളിയൊക്കെ ആയിട്ടുള്ളൊരു. ഇവിടെ എന്തോ ഒരു ബഹളം കേൾക്കുന്നുണ്ട്, പോയി നോക്കാം. കളി നടക്കുന്നുണ്ട്. കളിക്കാരാ ഇപ്പോഴാണ് പോണ് കളിക്കാൻ? ആണോ? ഇവിടെ ബസ് കാത്തിരിപ്പ് കേന്ദ്രമൊക്കെ ഉണ്ട്. ശരി, നമുക്ക് ചായ കുടിക്കാം. ഒരു ചായ. കരടിപ്പാറ വന്ന സ്ഥിതിക്ക് അവസാനമായിട്ട് നമുക്ക് ഇവിടുത്തെ ഒരു വ്യൂ പോയിൻ്റ് ഉണ്ട്. അതും കൂടെ ഒന്ന് കാണാം. വ്യൂ പോയിൻ്റ് മീൻസ് ഇവിടെ കുറച്ച് പാറക്കെട്ടുകളുണ്ട്. ഇതിൻ്റെ മുകളിൽ കയറി ചെന്ന് കഴിഞ്ഞാൽ ഈവനിങ് സൺസെറ്റ് ഭയങ്കരമായിട്ട് കാണാൻ പറ്റുമെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ ഞാനിപ്പോൾ അവിടുന്ന് വഴിയൊക്കെ ചോദിച്ചിട്ട് ഇങ്ങനെ പോവാണ്. ഇതിൻ്റെ മുകളിൽ കയറി നോക്കിയാൽ എല്ലാ ദിവസവും ഉണ്ടാവില്ല, ചില ദിവസം ഭയങ്കര സൺസെറ്റ് ഭയങ്കരമായിരിക്കും എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഞാൻ ഇത് സമയമാകാൻ വേണ്ടി കുറേ നേരം അവിടെ കാത്തിരുന്നിട്ട് ഇപ്പോൾ മുകളിലേക്ക് കയറാണ്. ഇതൊരു പോപ്പുലർ പ്ലേസ് ഒന്നുമല്ല. പാമ്പും ചേരുന്നില്ലായിരുന്നു ആദ്യം. പാറക്കെട്ടാണ് ഫുള്ളായിട്ട്. എവിടെ സ്ഥലമാണ്, പക്ഷെ വ്യൂ പോയിൻ്റ് എങ്ങോട്ടാണെന്ന് അറിയില്ല.
അതിൻ്റെ മുകളിലേക്ക് ആയിരിക്കും. താഴേക്കൊക്കെ പറമ്പാണ്. ഇവിടെ ഇതിൻ്റെ മുകളിൽ നിന്ന് കഴിഞ്ഞാൽ നമ്മുടെ ഏതൊക്കെയോ ഇവിടുത്തെ വയനാട്ടിലത്തെ പ്രധാനപ്പെട്ടിട്ടുള്ള മലകളൊക്കെ കാണാൻ പറ്റും. അത്ര എന്താ ചീങ്ങേരി മലയോ ഒക്കെ കാണാൻ പറ്റും. മാത്രമല്ല നമ്മുടെ മുണ്ടക്കൈ ചൂരൽമല ആ ഭാഗത്തിൻ്റെ മലനിരകൾ ടോപ്പ് പോയിൻ്റ് ഇവിടുന്ന് കാണും. അപ്പോൾ സൂര്യാസ്തമാനം വളരെ ഭംഗിയുണ്ടാകും ഇവിടുന്ന് കാണാൻ. പക്ഷെ അസ്തമാനത്തിൻ്റെ സമയം ആയിട്ടില്ല. ഞാൻ കുറച്ച് നേരം വെയിറ്റ് ചെയ്ത് നോക്കാം. നമുക്ക് ഭാഗ്യമുണ്ടെങ്കിൽ മല നന്നായിട്ട് തെളിഞ്ഞ് വരും. ഓക്കെ, നോക്കാം. അവിടേക്കൊക്കെ പറമ്പുകളൊക്കെ ആണ്. ആനപ്പുണ്ടാവാൻ സാധ്യതയില്ല. ഈ പായലാന്ന് തോന്നുന്നു. ഇതിന് മേലെ പാറിനെ മഴ പിടിച്ചിരിക്കുന്ന പായലാണ്. ഇവിടെ വന്നിട്ട് ഇപ്പോൾ ഞാനൊരു ഏകദേശം ഒരു 1/4 മണിക്കൂറോളം ഇവിടെ വെയിറ്റിംഗ് ആണ് ഈ പാറേൻ്റെ മുകളിൽ. ഞാനിവിടെ വന്ന് കരടിപ്പാറ ഇപ്പോൾ അവിടെ കടേൻ്റെ അവിടെ വണ്ടി നിർത്തി അവിടെ ഇരിക്കുകയായിരുന്നു. അപ്പം അവിടെ കടയിലുള്ള ആൾ നമുക്ക് ഫോണിൽ കുറേ ഫോട്ടോസൊക്കെ കാണിച്ചിട്ടുണ്ട് ഇവിടുന്ന് എടുത്തതാണെന്ന് പറഞ്ഞിട്ട്. നല്ല ഭംഗി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നമുക്കിത് ആ ഭാഗത്ത് ഒരു മല കാണാം. അത് അമ്പൂത്തി മല എന്ന് പറയും. നമ്മുടെ എടക്കൽ കേവൊക്കെ ഉള്ളത് അവിടെയാണ്. അതിൻ്റെ ആ ഫൈനൽ പോയിൻ്റ്, ആ മുകളിലുള്ള ആ വ്യൂ പോയിൻ്റ് ഉള്ളത് അതൊക്കെ ഇവിടുന്ന് കറക്റ്റായിട്ട് കാണുന്നുണ്ട്. ക്യാമറയിൽ കാണില്ല. പിന്നെ ഈ ഭാഗത്തേക്ക് അസ്തമാനം നടക്കുന്നത്. പക്ഷേ ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആ സൈഡിലാണ് നമ്മുടെ ചൂരൽമല ഭാഗമൊക്കെ ഉണ്ടല്ലോ. കഴിഞ്ഞ ഉരുൾപൊട്ടലൊക്കെ സംഭവിച്ചതൊക്കെ ആ മലമാണ്, ആ ഭാഗത്തേക്കാണ്. അത് നമുക്ക് ഇവിടെ കറക്റ്റായിട്ട് കാണാൻ പറ്റും. അപ്പം ഒരു ഫോട്ടോയിൽ കറക്റ്റായിട്ട് ആ മലയാണ് കണ്ടിരുന്നത്. ഇപ്പോൾ ആ മല കാണുന്നേ അല്ല. ആ മല മൊത്തം ഇതാ വെള്ള പഞ്ഞിക്കെട്ട് പോലെ മേഘം മൂടി നിൽക്കുകയാണ്. അപ്പോൾ ഇതിൽ കാണിച്ചിട്ടും കാര്യമില്ല, കാണില്ല. അപ്പം പഞ്ഞിക്കെട്ട് പോലെ അതിൻ്റെ ഇടയിലൊരു മല ഉണ്ട്, ആ മല കാണുന്നില്ല. അപ്പോൾ അവിടെ ആ മലൻ്റെ ബാക്ക് സൈഡിൽ നിന്ന് ഭയങ്കര ലൈറ്റിംഗ് ആണ്. അതായത് ഇവിടെ സൂര്യൻ ഈ ഭാഗത്തേക്ക് അസ്തമിക്കുമ്പോൾ അങ്ങോട്ട് ഇങ്ങനെ ഒരു ലൈറ്റിങ് ഭയങ്കരമായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കാണാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ വന്നത്. അപ്പോൾ ഇപ്പോൾ ഏകദേശം അസ്തമാനത്തിൻ്റെ സമയമാണ്. ബട്ട് അത് കാണാനൊരു നിർവാഹമല്ല. ഇന്ന് വേറെ കളറിങ് ആണ്. അപ്പോൾ പുള്ളി ഫോണിലെടുത്ത സമയത്ത് വേറെ കളറിങ് ആയിരുന്നു. അത് നല്ല കളറിങ്. അപ്പോൾ ഇവർ അവിടെ അടുത്തുള്ള ആൾക്കാരാകുമ്പോൾ അവർക്കത് കാണുമ്പോൾ പെട്ടെന്ന് ഒന്ന് ക്യാപ്ചർ ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മളിപ്പോൾ ഇന്ന് വന്നപ്പോൾ അത് കാണാൻ പറ്റാത്ത ഒരവസ്ഥയാണുള്ളത്. ഒരു 5 മിനിറ്റ് കൂടെ നോക്കാം അത് എന്തെങ്കിലും ചേഞ്ചസ് വരുമോ എന്ന്. വരികയാണെങ്കിൽ കാണിക്കാം. ഇല്ലെങ്കിൽ നമ്മൾ വീഡിയോ അവസാനിപ്പിച്ചിട്ട് വണ്ടി വിടും. അപ്പോൾ ഇന്നേതായാലും കളറ് തെളിയുന്ന ഒരു ലക്ഷണവും കാണുന്നില്ല. ഇന്ന് കാലാവസ്ഥ ചേഞ്ചാണ്, വേറൊരു കാലാവസ്ഥയാണ് ഇന്നുള്ളത്. മിനിഞ്ഞാന്നൊക്കെ ഭയങ്കര ഭംഗിയുണ്ടായിരുന്നു എന്നാണ് പറഞ്ഞത്. ഓക്കെ, നോ പ്രോബ്ലം. പ്രകൃതി കഞ്ഞി തരുന്നതല്ലേ, നമുക്ക് വെയിറ്റ് ചെയ്ത് കാണാം, പിന്നീട് ഒരിക്കലാവാം. അപ്പോൾ ഇവിടെ ഒറ്റയ്ക്ക് നിൽക്കാൻ കുഴപ്പമൊന്നുമില്ലാത്ത സ്ഥലമാണ്, ഒരു പ്രശ്നമില്ല. അപ്പുറത്ത് വീടുകൾ ഒക്കെ ഉണ്ട്. പക്ഷേ എന്നാലും ഇതിൻ്റെ മേളിൽ ഒറ്റയ്ക്ക് കയറി നിൽക്കുമ്പോൾ ചെറിയൊരു വൈക്ലബ്യം ഉണ്ട്. ഞാനേതായാലും ഇവിടുന്ന് ഇറങ്ങുകയാണ്. ഓക്കെ, നെക്സ്റ്റ് ഒരു വീഡിയോയിൽ പുതിയൊരു സബ്ജക്റ്റായിട്ട് വന്നിട്ട് ഉടനെ കണ്ടുമുട്ടാം. ഓക്കെ, ബൈ ബൈ.